ഏത് വണ്ടിക്കും കുറഞ്ഞ ഇൻട്രസ്റ്റ് ലോൺ എതിർക്കുന്ന ഒരു ഷോപ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതിനേട്ടോ നമ്മളെ പ്രേക്ഷകർക്ക് ലോണിനെ പറ്റുമെന്ന് അറിയണം. ലോണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വണ്ടി എടുക്കണേ ലോൺ വേണം നിർബന്ധമായിട്ട്. തീർച്ചയായിട്ടും. അപ്പൊ എത്ര മുതലായിട്ടാണ് നിങ്ങൾ ലോണൊക്കെ ചെയ്തു കൊടുക്കേണ്ടത്? നമ്മളിപ്പോ നിലവിൽ 2012 എല്ലാ വാഹനങ്ങൾക്കും നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കുന്നത്. വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ ലോൺ? അതെ അതെ. കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. നമ്മൾ വെറും യൂസ്ഡ് കാർസിന് മാത്രമാണ് ലോൺ ചെയ്ത് കൊടുക്കുന്നത്. അത് ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഇപ്പൊ നോർമലി നമുക്കൊരു 7% മുതൽ 9% വരെയാണ് ഇപ്പോ നിലവിൽ നമുക്ക് 12 ശേഷം ലോൺ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. 7.5 മുതൽ 9.5 വരെ അതുവരെയാണ് അതിൽ തന്നെ നമ്മൾ എങ്ങനെ വെച്ചാൽ ഇപ്പൊ ഓരോ വണ്ടി അതിന്റെ ഇയർ അതുപോലെ നമ്മുടെ കസ്റ്റമർ പ്രൊഫൈല്, അതായത് ഇപ്പോ ITR ഒക്കെ ഇറക്കിയ പ്രൊഫൈൽ ആണെങ്കിൽ നമുക്ക് മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൊടുക്കാം. ബാക്കിയുള്ളതാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 7.5 മുതൽ 9.5 ഉള്ളിലായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു റേഞ്ച് പറയാൻ കാരണം എന്താ വെച്ചാൽ ആൾക്കാരുടെ പ്രൊഫൈലാണ് മെയിൻ ആയിട്ട്. കാരണം ഇപ്പൊ സിവിൽ സ്കോർ 730, 750 പ്ലസ് ഉള്ള ആൾക്കാർക്ക് സുഖമായിട്ട് നമുക്ക് മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുറഞ്ഞവർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റിൽ എന്തായാലും ചെറിയ ചെറിയ വേരിയേഷൻസ് വരും. പക്ഷെ നമ്മൾ എന്തായാലും 100% കസ്റ്റമേഴ്സിനോട് പറഞ്ഞു കൊടുത്തിട്ട് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. എത്രയാണ് ഇൻട്രസ്റ്റ് വരുന്നത്, മാസത്തിൽ എത്ര EMI വരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഏറ്റവും സെറ്റ് അവരോട് പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ ലോണും കാര്യങ്ങളും ചെയ്യുള്ളൂ, മനസ്സിലാക്കിയ ശേഷം ചെയ്തു കൊടുക്കുള്ളൂ. അതുപോലെ നമുക്ക് ഒരു ദിവസം മുതൽ ഒരു 5 ദിവസത്തിനുള്ള നമുക്ക് ലോൺ റെഡി ആയി കൊടുക്കാം. കസ്റ്റമറുടെ ഭാഗത്ത് നിന്ന് എല്ലാ പ്രൊഫൈലും കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ 2ാമത്തെ ദിവസം തന്നെ നമുക്ക് ഫണ്ട് എടുക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. അത്ര ഫാസ്റ്റ്. കാരണം ഇപ്പൊ ഫിനാൻസ് മേഖല എന്ന് പറഞ്ഞാൽ ഒരുപാട് പുതിയ കമ്പനികൾ വന്നിട്ടുണ്ട്. അവരൊക്കെ മാക്സിമം എത്ര പെട്ടെന്ന് നമുക്ക് ഫിനാൻസ് ഇറക്കി കൊടുക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ചെയ്ത് കൊടുക്കുന്ന രീതിയിലാണ് നിലവിലുള്ളത്. ഇത് ഓൾ കേരള നമ്മൾ ഓൾ കേരള നമ്മൾ എല്ലായിടത്തും ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോ ഒരു OLX വഴി കണ്ട വണ്ടിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും വീട്ടിൽ നിന്ന് കിട്ടുന്ന വണ്ടിയാണെങ്കിലും അല്ലെങ്കിൽ ഷോപ്പിൽ നിന്നുള്ള വണ്ടിയാണ് ഏതിലും നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. അതർ സ്റ്റേറ്റ് നമുക്ക് ചെയ്യാം. പക്ഷെ അതർ സ്റ്റേറ്റ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നത്തിൽ കേരള നമ്പർ ആയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ നിലവില്. അല്ലാതെ അവിടുത്തെ നമ്പറിൽ ഇപ്പൊ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ കയ്യിൽ നിലവിലില്ല. ലോണിന്റെ ഭാഗമായിട്ട് എനിക്ക് എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും ഇപ്പൊ നമ്മുടെ അടുത്ത് തന്നെ ചെയ്യണം. നമ്മൾ ഒരിക്കലും അല്ലെങ്കിൽ എന്ത് ഡൗട്ടുകൾ നമ്മൾ വിളിക്കാം. വന്നാൽ മതി. 6% മുതൽ 9% വരെ ഇൻട്രസ്റ്റ് വരുന്നുള്ളൂ. അതെ. അത് ഏകദേശം എത്ര കൊല്ലങ്ങളെ കിട്ടും? അങ്ങനെ നമുക്ക് 2012, 2013 ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 1.5 വർഷത്തിലുള്ള മാസത്തിന്റെ വ്യത്യാസം കേട്ടോ. വണ്ടിയുടെ മാനുഫാക്ചറിംഗ് ഡേറ്റിനനുസരിച്ചാണ് ഒരു 1-2 വർഷമൊക്കെ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ശേഷമുള്ളതൊക്കെ നമുക്ക് 5-6 വർഷം വരെ നമുക്ക് ചെയ്യാൻ പറ്റും. റേറ്റ് വരെ എത്ര ഒരു വണ്ടിന്റെ അതാ ഞാൻ പറഞ്ഞത്. മാസത്തിന്റെ കാര്യം എങ്ങനെ വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് ആളെ പ്രൊഫൈലും അതുപോലെ തന്നെ വണ്ടിന്റെ ഇയർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. അപ്പോ ആ പ്രൊഫൈൽ നോക്കിയാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എത്ര ഇൻട്രസ്റ്റ്. അതേമാതിരി തന്നെ ഇപ്പൊ നമ്മളെടുത്ത് ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മളൊരു കൺസൾട്ടൻസി ഏജൻസിയാണ്. അപ്പൊ ഒരാൾ നമ്മളെടുത്ത് വന്നിട്ട് നമുക്ക് ഫിനാൻസ് ചെയ്യണമെന്ന് പറയുമ്പോൾ ആളെ പ്രൊഫൈൽ ഏതാണോ ആ പ്രൊഫൈലിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻസ് കമ്പനിയായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് ചെയ്തു തരാൻ പറ്റും. നേരെ മറിച്ച് നിങ്ങളൊരാൾ മാത്രമാണ് ഒരു കോൺടാക്റ്റിൽ വെച്ചാൽ അവർ ചിലപ്പോൾ നിങ്ങളെടുത്ത് പോയിട്ട് ഇത് ഞങ്ങളിൽ ചെയ്യാൻ പറ്റില്ല എന്ന് ഒഴിവാക്കും. നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഏതിലാണോ നിങ്ങളുടെ പ്രൊഫൈൽ അതിൽ നമുക്ക് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് നല്ലൊരു ഫിനാൻസ് മേഖല മാക്സിമം ഇൻട്രസ്റ്റ് കുറഞ്ഞ രീതിയിൽ ചെയ്തു തരാൻ പറ്റും. മാക്സിമം ചെയ്ത് കൊടുക്കാം, നമുക്ക് ചെയ്തു കൊടുക്കാം. അതുപോലെ തന്നെ ലോണിന്റെ കാര്യം ഇപ്പൊ എല്ലാവരും ഫുൾ ലോണിന്റെ ആൾക്കാരാണ്. അപ്പൊ നമുക്ക് പ്രൊഫൈൽ അത്യാവശ്യം വലിയ തെറ്റില്ലാന്നുണ്ടെങ്കിൽ ഫുൾ ലോൺ അല്ല അതിന്റെ അപ്പുറം വരെ നമുക്ക് കയറ്റി കൊടുക്കാം, ചെയ്തു കൊടുക്കാൻ നമുക്കുള്ള ഓപ്ഷൻ ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഏത് നേരം നിങ്ങൾക്ക് വിളിക്കാം. നമ്മൾ ഫുൾ ടൈം ഇവിടെ നിങ്ങളെ അഥവാ കോൾ ചെയ്തിട്ട് കിട്ടിയില്ലാന്ന് തോന്നുകയാണെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. 100% റിപ്ലൈ തരുന്നതാണ്.